ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 15-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 15-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എങ്ങനെയുള്ള മനുഷ്യർക്കാണ് മോക്ഷത്തിന് അർഹതയുള്ളത്, എങ്ങനെയുള്ളവരാണ് മോക്ഷത്തിന് അനുയോജ്യനായി തീർന്നിരിക്കുന്നത് എന്നാണ് 15-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 16-ാമത്തെ ശ്ലോകമാണ്. അതായത് സാഖ്യയോഗയിലെ 16-ാമത്തെ ശ്ലോകം. നാസതോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃശേഡ അന്തസ്ത്വനായോ സ്ത്വത്വദർശിഭിഃ. നാസതോ ഇല്ല, അസത അയഥാർത്ഥമായ, വിദ്യതോ നിലകൊള്ളുക, ഭാവോ ഉണ്ടായിരിക്കൽ, ന ഇല്ല, അഭാവോ ഇല്ലാത്തത്, വിദ്യത്തെ നിലവിലിരിക്കുക, സതഃ സത്യമായ, ഉഭയോ രണ്ടിലും കൂടെ, അപ അതുകൂടാതെ, ദൃഷ്ടോ കണ്ടിട്ട്, അന്ത അന്തിമമായ സത്യം, സ്ത്വത്തു തീർച്ചയായും, അനയോ ഇപ്രകാരം, തത്വദർശിഭിഃ സത്യാന്വേഷികൾ. ഇല്ലാത്തത് അതായത് അസത്ത് ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല, ഉള്ളത് എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇവ രണ്ടിൻ്റെയും സത്യാവസ്ഥ സത്യാന്വേഷികൾ ദർശിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അല്ലേ? എന്തൊക്കെയോ പറയുന്നു. ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല, ഉള്ളത് എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. അവ രണ്ടിൻ്റെയും സത്യാവസ്ഥ സത്യാന്വേഷികൾ ദർശിച്ചിട്ടുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരു ഉദാഹരണം നോക്കി പറയാം. ഇപ്പോൾ മണ്ണിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? കലവും ചട്ടിയും അല്ലെങ്കിൽ മൺപാത്രങ്ങളും ഇതുപോലുള്ള സാധനങ്ങളെല്ലാം മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. കുറച്ചു കാലം കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും? ഈ കലവും ചട്ടിയും ഒക്കെ എന്ത് ചെയ്യും? പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പ്രയോജനമില്ലാതാകുമോ? ഇല്ല. അതിൻ്റെ അടിസ്ഥാന വസ്തു എന്ന് പറയുന്നത് എന്താണ്? മണ്ണ്. ഇത് മണ്ണിലേക്ക് തന്നെ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ചേരും. വീണ്ടും അവിടെ നിന്നും എന്തുണ്ടാകും? പുതിയ ഒരു രൂപങ്ങൾ, ജനനങ്ങൾ ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ അന്തരാത്മാവും. ആത്മാവ് പല രൂപത്തിൽ പല ശരീരത്തിൽ പ്രവേശിക്കും. പക്ഷേ ഈ ശരീരമെല്ലാം കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാകും? മാറ്റമുണ്ടാകും. ഈ ശരീരം നശിക്കും. നശിക്കുന്നതെന്നും നശിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നശിക്കാത്ത ഒരു സാധനമുണ്ട്. ആ സാധനം എന്നും എന്തു ചെയ്യും? നിലനിൽക്കും. അപ്പം നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കും. അപ്പോൾ മണ്ണ് കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ മറ്റ് പല മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഉണ്ടാക്കും. അതെല്ലാം കാലാന്തരങ്ങളിൽ എന്ത് ചെയ്യും? നാശമുണ്ടാകും. പക്ഷെ നശിക്കാത്ത ഒരു കാര്യമുണ്ട് അല്ലേ? ആ മണ്ണ് എന്ന് പറയുന്ന ആ സാധനം. അതുപോലെ ഓരോന്നും ആ ഒരു മെറ്റീരിയൽ നശിക്കില്ല. അതുകൊണ്ടുണ്ടാക്കുന്ന മറ്റ് രൂപങ്ങൾക്കാണ് എന്തുണ്ടാവുന്നത്? നാശമുണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യവും. മനുഷ്യൻ്റെ ശരീരത്തിന് എന്തുണ്ടാകും? എപ്പോഴും നാശമുണ്ടാകും. പക്ഷേ ആത്മാവിന് ഒരിക്കലും നാശമുണ്ടാവുകയില്ല. ഇത് യഥാർത്ഥ സത്യാന്വേഷികൾ ഈ കാര്യങ്ങളെല്ലാം എന്തു ചെയ്തിട്ടുണ്ട്? മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദുഃഖിക്കേണ്ട എന്നാണ് ഭഗവാൻ വീണ്ടും അർജുനനോട് പറയുന്നത്. വീണ്ടും ഭഗവാൻ പറയുകയാണ്, അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം അവിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. എന്താണ് ഇതിൻ്റെ അർത്ഥം? അവിനാശി എന്ന് വെച്ചാൽ എന്താണ്? നശിപ്പിക്കാൻ പറ്റാത്തത്. തു തീർച്ചയായും, തദ്വിദ്ധി അത്, വിദ്ധി തദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്, വിദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അറിവ്. യേന ആരാൽ, സർവം എല്ലാം, ഇതം അത്, തതം എല്ലായിടത്തും വ്യാപിച്ച, വിനാശം നശിപ്പിക്കൽ, അവ്യയസ്യാസ്യ
നാശമില്ലാത്തത്. ന ഇല്ല, കശ്ചിത് ഏതൊരാൾക്കും, അർഹതി പര്യാപ്തമായ, കർത്തും ചെയ്യുക. വാക്യാർത്ഥം നോക്കാം. ഏതൊന്ന് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുവോ അത് നശിപ്പിക്കാൻ പറ്റാത്തതാണെന്ന് അറിയുക. അതിന് നാശം വരുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. അല്ലേ? അപ്പോൾ ശരീരത്തിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നാശം വരുത്താനും പറ്റുകയുള്ളൂ. ആത്മാവിനെ ഒരിക്കലും നമുക്ക് നാശം വരുത്താനായിട്ട് പറ്റില്ല. ഇപ്പോൾ യുദ്ധം ചെയ്യുന്നു. അർജുനൻ ആരോടാണോ യുദ്ധം ചെയ്യുന്നത് അവരെ വേണമെങ്കിൽ അർജുനന് കൊല്ലാം, ഇല്ലേ? അവരുടെ ശരീരത്തിനെ മരണപ്പെടുത്താം. പക്ഷെ ആത്മാവിനെ മരണപ്പെടുത്താൻ ആർക്ക് കഴിയുകയില്ല? അർജുനന് കഴിയുകയില്ല. അതാണ് സത്യമെന്ന് അറിഞ്ഞുകൊള്ളുക എന്നാണ് ഭഗവാൻ വീണ്ടും അർജുനനോട് പറയുന്നത്. വീണ്ടും ഭഗവാൻ പറയുകയാണ് 18-ാമത്തെ ശ്ലോകം. അന്തവന്ത ഇമേ ദേഹ നിത്യസോക്താഃ ശരീരിണിം അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധസ്യ ഭാരതഃ. അന്തവന്ത നാശമുള്ളത്, ഇമേ ഇത്, ദേഹ ശരീരം, നിത്യസ്യോ എന്നും നിലനിൽക്കുന്ന, ഉക്ത പറയപ്പെടുന്നു, ശരീരിണം ശരീരിണം എന്ന് വെച്ചാൽ ആത്മാവ്, അനാശിനോ നാശരഹിതമായത്, അപ്രമേയസ്യ ധാരണയ്ക്ക് അതീതമായ, തസ്മാത് അതുകൊണ്ട്, യുദ്ധസ്യ യുദ്ധത്തിനായിക്കൊണ്ട്, ഭാരതവംശജൻ അതായത് അർജുനൻ. എന്നിട്ട് ഭഗവാൻ വീണ്ടും പറയുകയാണ്, ആത്മാവ് നിത്യവും നാശരഹിതവുമാണ്. അതിനെ വഹിക്കുന്ന ഈ ശരീരം നശ്വരവുമാണ്. അതുകൊണ്ട് ഹേ അർജുന യുദ്ധം ചെയ്യുക എന്നാണ് വീണ്ടും ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത്. അതായത് അർജുനൻ ഇങ്ങനെ സങ്കടപ്പെടുകയാണ് അല്ലേ? യോദേ, എൻ്റെ ആചാര്യൻ, എൻ്റെ പിതാമഹന്മാർ, ബന്ധുക്കൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ എനിക്ക് കൊല്ലേണ്ടി വരുമല്ലോ, ഇവരെയൊക്കെ കൊന്നാൽ മാത്രമേ എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുകയുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പിന്നെ ഇവരെ കാണാൻ കഴിയുകയില്ലല്ലോ, വലിയ പാപമാണല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് യുദ്ധം ചെയ്യാൻ വയ്യ എന്നും പറഞ്ഞ് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനോട് ഭഗവാൻ പറയുന്ന കാര്യമാണ് എന്ത്? സത്യാന്വേഷികൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? ആത്മാവിന് ഒരിക്കലും നാശമില്ല, ശരീരത്തിന് മാത്രമാണ് നാശം സംഭവിക്കുന്നത്. ആ ആത്മാവിനെ നശിപ്പിക്കാൻ നിന്നെ കൊണ്ടെന്നല്ല ആരെ കൊണ്ടും പറ്റില്ല. നീ ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്തുണ്ടാകും? വാർദ്ധക്യവും കൗമാരവും യൗവനവും ഒക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന് മാറിക്കൊണ്ടിരിക്കും. അവസാനം ആത്മാവിന് എന്തുണ്ടാകും? ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് പോയേ മതിയാകൂ. അത് തീർച്ചയായിട്ടും മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നുമില്ല, അതുകൊണ്ട് തന്നെ നശിക്കുന്നുമില്ല. നശിക്കുന്നത് എന്ത് മാത്രമാണ്? ശരീരം മാത്രമാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞവന് മാത്രമേ മുക്തി ഉണ്ടാവുകയുള്ളൂ, മോക്ഷമുണ്ടാവുകയുള്ളൂ. സത്യാന്വേഷികൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിൻ്റെ കർമ്മം, അതായത് ക്ഷത്രിയനായ അർജുനൻ്റെ കർമ്മമെന്ന് പറയുന്നത് ആ സമയത്ത് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എന്തുണ്ടാകണം? അത് മനസ്സിലാക്കി അർജുനൻ തൻ്റെ കർമ്മം ചെയ്യുക എന്നതാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അത് തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെ അർജുനൻ യുദ്ധം ചെയ്യുകയാണ് കർമ്മം, അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കർമ്മങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യസുരക്ഷയ്ക്കായിട്ട് നിൽക്കുന്ന പട്ടാളക്കാർ, അവർ യുദ്ധം ചെയ്യണം. യുദ്ധം ആവശ്യമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരവിടെ യുദ്ധം ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഡോക്ടറായി ജോലി ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യണം? അയാളുടെ ജോലി, അയാളുടെ കർമ്മം കൃത്യമായി ചെയ്യണം. ചില സമയത്ത് നമുക്ക് മനസ്സിലാകും എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു, ചില സമയത്ത് നമുക്ക് മനസ്സിലാകും എന്തുണ്ടാവും, ഒരു കോമാ സ്റ്റേജിലേക്ക് പോകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവിടെ സംഭവിക്കാം. പക്ഷേ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടർമാർ എന്ത് ചെയ്യും? ആ റിസ്ക് അവിടെ ഏറ്റെടുക്കും. അത് അവരവരുടെ കർമ്മം ചെയ്യുക. ഇനി അധ്യാപകർ എന്താ ചെയ്യേണ്ടത്? എല്ലാ കുട്ടികളും ഒരുപോലെ പഠിക്കില്ല, ഇല്ലേ? പക്ഷേ
നമ്മളവിടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ നേർവഴിക്ക് നടത്തുക, നല്ല വിദ്യ അവർക്ക് കൊടുക്കുക, അതാണ് അവരുടെ കർമ്മം. ആ കർമ്മം എന്ത് ചെയ്യണം? അവർ ചെയ്യണം. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾ, അവരവരിൽ എന്ത് കർമ്മമാണോ പറഞ്ഞിരിക്കുന്നത് ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. വിദ്യാർത്ഥികളാണെങ്കിൽ അവർ പഠിക്കുക, അതാണ് അവരുടെ കർമ്മം. ആ പഠനം അവർ കൃത്യമായി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ബാക്കി ഫലം എന്തു ചെയ്യും? ഈശ്വരൻ നമുക്ക് തരും. നമ്മൾ നമ്മുടെ കർമ്മം അനുഷ്ഠിച്ചാൽ മാത്രമേ അതിൻ്റെ ഫലം എന്ത് ഉണ്ടാവുകയുള്ളൂ? ഭഗവാൻ നമുക്ക് തരികയുള്ളൂ. അല്ലാതെ കർമ്മം ചെയ്യാതെ മുകളിലേക്ക് നോക്കി ഇരുന്നിട്ട് ഭഗവാൻ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ മന്ത്രങ്ങളും നാമങ്ങളും ചൊല്ലിയതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. മന്ത്രവും മരുന്നും വേണമെന്നാണ് പറയുന്നത്, അല്ലേ? മരുന്നും മന്ത്രവും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ പറയും, ഈ നാമം ചൊല്ലൂ, നിങ്ങളുടെ സർവ്വദോഷ പരിഹാരത്തിനായിട്ട് ഈ നാമം ചൊല്ലൂ എന്ന് പറയും. രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു പണിക്കും പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പുസ്തകം തുറക്കുന്നില്ല, നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവർ ജയിക്കുമോ? അല്ലെങ്കിൽ അവർക്ക് മറ്റു കാര്യങ്ങൾ ലഭിക്കുമോ? ഒരിക്കലും പറ്റില്ല. നമ്മൾ നമ്മുടെ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ഈ ഭഗവാനെയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ, നാമവും കൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ എന്തുണ്ടാകും? നമ്മുടെ കർമ്മങ്ങൾക്ക് ഫലമുണ്ടാകും. ആ ഫലം ഈശ്വരൻ നമുക്ക് തരും. അതായത് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് കഴിയുക. അതിന് ഫലമൊന്നും നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കേണ്ട, അതൊക്കെ കൃത്യസമയത്ത് ഭഗവാൻ തന്നുകൊള്ളും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അർജുനനോടും അതുതന്നെയാണ് ഭഗവാൻ പറയുന്നത്. അനാവശ്യമായ വിഷമങ്ങളൊക്കെ കളയുക. നീ ഇപ്പോൾ ചെയ്യേണ്ടത് നിന്റെ കർമ്മമാണ്. അതുകൊണ്ട് ഹേ ഭാരതവംശജ, നീ യുദ്ധം ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണം. അതുപോലെ തന്നെ അടുത്ത ഭാഗങ്ങളെല്ലാം നമുക്ക് അടുത്ത വ്യാഴാഴ്ച ദിവസം ഇടാം. അപ്പോൾ വ്യാഴാഴ്ചയും ഞായറാഴ്ചയുമാണ് നമ്മുടെ ഭഗവത്ഗീതയുടെ ക്ലാസ് ഉള്ളത്. എല്ലാവരും കേൾക്കണം, മനസ്സിലാക്കണം. കുട്ടികൾക്കൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.